എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചില്ലി ചിക്കൻ ആണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ ചിക്കൻ എടുത്തിരിക്കുന്നത് ചെറിയ പീസസ് ആക്കിയിട്ട് ചിക്കൻ എടുത്തിരിക്കുന്നു. എല്ലോട് കൂടിയുള്ള ചിക്കൻ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലില്ലാത്തത് എടുക്കാം. ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് എടുക്കുന്നത്. ഇതിപ്പോൾ ഒരു 500 ഗ്രാമിന് മുകളിലോട്ടുണ്ട്. അപ്പോൾ ചെറിയ പീസസ് ആക്കി എടുത്ത ചിക്കൻ നമുക്കിനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണ് അതിട്ട് കൊടുക്കാം. 1 ടീസ്പൂണോളം ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. ഇത്രയും സാധനം നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോൺഫ്ലോർ 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂണോളം മൈദയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം വൈറ്റ് വിനെഗർ, കുറച്ച് ഒലിവ് ഓയിൽ കൂടെ ചേർക്കുന്നുണ്ട്. ഒലിവ് ഓയിലാണ് ഞാനിപ്പോൾ വെക്കുന്നത്. അതല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മുടെ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കരുത്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കോട്ട് ചെയ്തെടുക്കുക. എല്ലാം നല്ലവണ്ണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ നേരം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നമുക്കിനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമുക്കിനി ഇതിലേക്ക് ചിക്കൻ ഓരോ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ. അധികം ഫ്രൈ ആവാനും പാടില്ല. ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഈ മുകളിലത്തെ ഭാഗം കോട്ടിങ് വേഗം കരിഞ്ഞു പോകും, ഉൾഭാഗം വെന്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ. അധികം ഫ്രൈ ആയി കിട്ടുകയും വേണ്ട. എല്ലാം ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് നല്ലവണ്ണം കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈ ആകുന്ന ആ സമയം കൊണ്ട് നമുക്ക് ഒരു കൂട്ട് തയ്യാറാക്കിയെടുക്കാം. അതിനൊരു ബൗൾ എടുക്കുക. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക. 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇത് കുറച്ചുകൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ചില്ലി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി, ഇല്ലെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് കട്ടയില്ലാതെ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. കട്ടയില്ലാതെ നല്ലവണ്ണം ഇത് മിക്സ് ചെയ്തെടുക്കാം. കോൺഫ്ലോർ നമുക്ക് വേഗം തന്നെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാം നല്ലവണ്ണം മിക്സായി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ചിക്കനെല്ലാം നല്ലവണ്ണം കുക്കായിട്ടുണ്ട്. നമുക്കിത് എടുത്ത് മാറ്റാം. എല്ലാം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ വയ്ക്കാം. നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനില്ലേ, അതിൽ നിന്നുള്ള ബാക്കിയുള്ള എണ്ണ തന്നെ നമുക്ക് ഇതിലേക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണോളം എണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം ഭാഗത്തും ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ ഇത് സ്പ്രിംഗ് ഓണിയൻ്റെ ബാക്ക് ഭാഗത്തുള്ള വൈറ്റ് കളറാണ്, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ പച്ചമുളക്, സ്പ്രിംഗ് ഓണിയൻ, ഇത്രയും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുമിച്ച് തന്നെ ഇതിട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലവണ്ണം വഴറ്റിയെടുക്കുക. വഴറ്റി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഈ ഷേപ്പിൽ കട്ട് ചെയ്ത സവാളയും അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. അതുകൂടെ ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ വഴറ്റിയെടുക്കുക. അധികം ഇത് വാടിക്കെട്ടേണ്ട ആവശ്യമില്ല. ഇനി ഇത് ഓൾറെഡി കുറച്ച് കുക്കായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന
ആ ഒരു കൂട്ടുണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടെ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ ഇട്ട് കൊടുക്കുക. അതും നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇനി ഇത് ഇവിടെ കിടന്ന് കുറച്ച് നേരം 2 മിനിറ്റ് ആ ചിക്കനിലേക്ക് ആ മസാലയൊക്കെ പിടിക്കുന്നവരെ ഒന്ന് വെക്കുക. ഈ സമയം ഇതിലേക്ക് നമുക്ക് സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കാം. അതുകൂടെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ഗ്രേവി വേണമെങ്കിൽ നമുക്കിതിപ്പം തന്നെ സ്റ്റൗ ഓഫ് ചെയ്തെടുക്കാം. അതല്ലാതെ നിങ്ങൾക്കിപ്പം ഗ്രേവി വേണ്ട, ഇതിപ്പോൾ കുറച്ച് ഗ്രേവിയേ ഉള്ളൂ, ഇതിപ്പം ഒന്ന് തണുക്കുമ്പോൾ അതിൻ്റെ ഗ്രേവിയൊക്കെ വറ്റി കിട്ടും. നമുക്കിനി ഇതിൻ്റെ മുകളിൽ കുറച്ച് വെള്ള എള്ള് ഒന്ന് തൂക്കി കൊടുക്കാം. കാണാനൊരു ഭംഗിക്കും കൂടിയാണ്. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നതിലൊക്കെ ഇങ്ങനെ എള്ള് കാണാം. ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഈ സമയം ടേസ്റ്റൊക്കെ നോക്കുക. എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കണം, ടൊമാറ്റോ സോസോ സോയാ സോസായിട്ട് ഒഴിച്ചു കൊടുക്കണമെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. പക്ഷെ ഇപ്പോൾ ഇതെല്ലാം കറക്റ്റാണ്. നമുക്കിനി ഇത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുക. നമുക്കിനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.